വിഴിഞ്ഞം വിഷയത്തിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി സിപിഐഎം ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം പോർട്ട് എംഡി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് അദാനിക്ക് വേണ്ടിയെന്ന കെ രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിഴിഞ്ഞം കരാറിലെ വ്യവസ്ഥയിൽ അദാനി അധികൃതർ എന്തെങ്കിലും വിധത്തിലുള്ള വ്യതിയാനം വരുത്താൻ ശ്രമിച്ച ഘട്ടത്തിലെല്ലാം അത് തടയുന്നതിന് സംസ്ഥാന താൽപര്യാർത്ഥം അതീവ ജാഗ്രതയോടെ ഇടപെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ഡോക്ടർ ദിവ്യ എസ് അയ്യരെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വി കുട്ടൻ കൂടി ചേരുന്നുണ്ട്. കുട്ടൻ, ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കെ രാഗേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നേക്കുന്നത്. അതായത് ഈ UDF സർക്കാരിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് തുറമുഖ വകുപ്പ് സെക്രട്ടറി എന്ന ഡോക്ടർ ദിവ്യ എസ് അയ്യർ. അവരെ സ്ഥലം മാറ്റിയതിൽ ഈ അദാനി ഗ്രൂപ്പിന് പങ്കുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന ആരോപണങ്ങളൊക്കെ. കെ രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയി VD സതീശൻ അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം ഓരോന്നായി പുറത്തുവരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി ഏറ്റെടുത്തത് യാദൃച്ഛികമല്ല എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പും ഏറ്റെടുത്ത കേരള ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭയാണ് VD സതീശന്റെ മന്ത്രിസഭയെന്നും ഈ പോസ്റ്റകത്ത് പറയുന്നുണ്ട്. അതിന് പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വ്യക്തമാവുകയാണെന്നും അദ്ദേഹം പറയുന്നു. സ്വന്തം ഓഫീസിലെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പിന്റെ സെക്രട്ടറിയായി കൊണ്ടുവരുന്നു. മണിക്കൂറുകൾക്കകം അത്തരം തീരുമാനം വരുന്നു. വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS രാഘുരാമാനം സ്ഥലം മാറ്റുന്നു. പകരം വരുന്നതാകട്ടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത പുതിയൊരാളാണെന്നും കെ രാഗേഷ് പറയുന്നുണ്ട്. അദാനി പോർട്ട് അധികൃതർ ജൂൺ 29-ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി കൈമാറിക്കൊണ്ടുള്ള കരാറിൽ ഒപ്പിടുന്നു. തുടർന്ന് സെബിയുടെ ഈ കരാറിന് ശേഷം സെബിയുടെ അംഗീകാരത്തിനായി തിരക്കിട്ട നീക്കവും നടക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ താനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലുള്ള നിയമസഭയിലെ മറുപടിയും നാം കാണുന്നുണ്ട്. അത് ഏറ്റുപിടിച്ച ചില മാധ്യമങ്ങളും നിഷ്കളങ്കമായ എന്ന് ഭാവിച്ചുകൊണ്ട് മാധ്യമങ്ങളും രംഗത്തിറങ്ങുന്നു. ഇത് അസൽ ക്രിമിനൽ ബുദ്ധിയാണെന്നും കെ രാഗേഷ് FB പോസ്റ്റിലൂടെ പറയുന്നു.